ഇത് റിയാക്ട് ചെയ്യേണ്ടത് അവരാണ്. പക്ഷേ അതിനകത്തെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ മിനിമം പരിപാടിക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിമം പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഘടകകക്ഷികളെല്ലാം ചേർന്നിട്ടുള്ളത്. പക്ഷേ ബ്രൂവറി കൊടുക്കാം എന്ന് മിനിമം പരിപാടി പറഞ്ഞിട്ടുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ അവരുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പ്രകടന പത്രികയ്ക്ക് അപ്പുറത്തേക്ക് ഇവർ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ട തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട്. അവരുടെ പിന്നാലെ തൂങ്ങുന്ന വേറെ ചില ചില്ലറ കക്ഷികളും ഉണ്ടാകാം. പക്ഷേ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, വനനിയമത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് അത് അനങ്ങുന്നില്ല. രണ്ട്, ഈ ബ്രൂവറിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അതിരി കടക്കുകയാണ്. രണ്ടും ഈ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഘടകകക്ഷികൾക്കകത്ത് തന്നെ ശബ്ദമുള്ളവരൊക്കെ ശബ്ദിച്ചു തുടങ്ങി. ശബ്ദമില്ലാത്തവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് താരാട്ട് പാടുന്നത് പോലെ അവർ ഈ ഭരണം പാടി ആസ്വദിച്ച് ജീവിക്കുകയാണ്. അതവിടെ കിടന്നോട്ടെ, വാഴ്ത്തുപാട്ടുമായിട്ട് അവരങ്ങനെ പൊയ്ക്കോട്ടെ. പക്ഷേ ജനങ്ങളങ്ങനെ പോകണമെന്നില്ലല്ലോ. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന് വനത്തിൻ്റെ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാഹസികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവരൊരു ഭാഗത്ത് നിൽക്കുകയാണ്. രണ്ട്, നാട്ടിൽ മദ്യം ഒഴുക്കി ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ സ്റ്റേറ്റ് സ്പോൺസേഡ് മദ്യമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രൂവറി ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അതല്ലേ, എല്ലാ ലൈസൻസും ഗവൺമെൻറ്റല്ലേ പറയുന്നത്. കുടിവെള്ളം കൊടുത്തില്ലെങ്കിലും കുടിക്കാനുള്ള വെള്ളം, സ്പിരിറ്റഡ് വെള്ളം എത്തിക്കുമെന്നാണ് പറയുന്നത്. അതെന്താ ഏർപ്പാടാണ്? ഞാൻ പറഞ്ഞ ഒരു ഗവൺമെൻറ് പ്രഖ്യാപിത നയത്തിനകത്തുണ്ടോ? അതാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അവർ ശബ്ദം ഉറക്കെ പറയണം. ഉറക്കെ പറയേണ്ട സന്ദർഭം കഴിഞ്ഞു. പക്ഷെ പറയേണ്ടത് അവർ പറയണം. ജനകീയ വികാരത്തിനകത്ത് ചുട്ടുപൊള്ളി അവർ കരിഞ്ഞു വീഴുന്നതിന് മുമ്പെങ്കിലും അവരുടെ അഭിപ്രായ പ്രകടനം നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുള്ള ധൈര്യം അവർക്കില്ല. കാരണം പാലായിൽ ആ പരിപാടി നടന്നപ്പോൾ പ്രധാനപ്പെട്ട ജനകീയ വിഷയം റബ്ബർ കൃഷിക്കാരുടെ വിഷയം ഉന്നയിക്കാൻ ശ്രീ തോമസ് ചാഴികാടൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിന് ആ മൈതാനത്ത് കൂടിയ ഒരു 10,000 ജനങ്ങളോട് 13,000 പേര് സാക്ഷികളാണ്. അതുകൊണ്ട് അവർ അക്കാര്യത്തിൽ ഇങ്ങനെ ഭയന്ന് വിറച്ച നേതൃത്വം അതിൻ്റെ സൗകര്യങ്ങൾ പിൻപറ്റി അത് ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അണികൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ബോധ്യവും നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല എന്ന് പറയും. വേണ്ട, നമ്മളങ്ങനെ ക്ഷണിക്കാൻ ശ്രമിക്കുന്നു, അത് പക്ഷേ ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു സന്ദർഭം നമ്മളെന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അവരുടെ ഒപ്പീനിയൻ അവർ പറയട്ടെ. അതല്ല, നമ്മൾ അസംഷൻസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആക്ച്വൽസ് വേണ്ടേ. ആക്ച്വൽസ് എന്താ? അവരാണ് അഭിപ്രായം പറയേണ്ടത്. അവർ എവിടെ ഉറച്ചു നിൽക്കുന്നു? ഇത്രയും വലിയ കൊലപാതകം നടന്നിട്ടും നാട്ടിൽ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുള്ളൂ, 2 വയസ്സുള്ള കുഞ്ഞിന് പോലും ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ടും, നാട്ടിലെ അതിക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടും, പോലീസ് നരനായായിട്ട് നടന്നിട്ടും, വന്യജീവികൾ പോലീസിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ അക്രമം നടത്തിയിട്ടും ഇതിനെല്ലാം ആളുകൾ ഇരയാകുകയാണ്. ആ സാഹചര്യത്തിൽ എന്ത് എന്നുള്ളത് അവരല്ലേ പറയേണ്ടത്. അവർ പറയണം, എല്ലാം ഈ പോലീസിൻ്റെ ബയണറ്റ് വെച്ചല്ലേ നേരിടുന്നത്, എല്ലാത്തിനും പോലീസല്ലേ ചെന്ന് നിൽക്കുന്നത്. വന്യജീവി അക്രമത്തിന് എതിർത്ത ആളുകൾ എല്ലാവരും കൂടി കൂട്ടക്കരച്ചിൽ നടത്തുമ്പോൾ മാറ്റാനും അവരെ ബലം ഉപയോഗിച്ചൊരു സ്ഥലത്തോട്ട് വിടാനും ശ്രമിക്കുന്ന ആരാ? പോലീസാണ്. അപ്പോൾ പോലീസ് ആർക്ക് അനുകൂലമായിട്ടാണ്? വന്യജീവിക്ക് അനുകൂലമായിട്ട്. അത് ഗവൺമെൻറ് കൂടി അറിയാതെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഒരു ജനകീയ ഗവൺമെൻറ് ആണെങ്കിൽ ജനകീയ ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി, ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരു ഒളിച്ചോടുകയാണ്. അത് ചെയ്യുന്നതേ ഇല്ല. അതാണ് പ്രധാനപ്പെട്ട. വരുവോ പോകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത് തിരുത്താനായിട്ട് അവരെന്ത് ചെയ്യുന്നു? വനനിയമത്തിൽ ഞാൻ 4-5 ക്ലോസ് അങ്ങോട്ട് പറയാം. ബഫർ സോൺ തിരുത്തുവോ? ബഫർ സോണിന് വേണ്ടി അവർ നേരത്തെ ബഫർ സോൺ പറ്റില്ല എന്ന് ശ്രീ KM മാണി സാർ പറഞ്ഞിരുന്നതാണ്. ഇന്ന് ബഫർ സോൺ കൊണ്ടുവരും എന്ന് പറയുകയാണ്. അതിന് അനുകൂലമായിട്ട് അവരെന്ത് നടപടിയാണ് എടുക്കുന്നത്?
വന്യജീവികൾ അക്രമത്തിന് വിധേയരാകുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടിയുണ്ടോ? അവരുടെ തുക കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി നടപടിയുണ്ടോ? ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത് പാഴ്വാക്കായി ജോലി കൊടുക്കും എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഒരു നടപടിയില്ല. ഇതൊരു വേദന ഉണ്ടാകുമ്പോൾ അത് ശമിപ്പിക്കാൻ വേണ്ടി ഒരാശ്വാസ വാക്കൊക്കെ പറയും. അത് കഴിയുമ്പോൾ അവരും പോകും, ഇവർ അത് മറക്കും എന്നുള്ള തെറ്റിദ്ധാരണ. ജനങ്ങൾ മറക്കില്ല. കാരണം ഒരു ഗൃഹനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ അവർക്ക് മറക്കാൻ പറ്റുമോ? ആ പറഞ്ഞ വാക്കുകൾ എവിടെ എന്നുള്ളത് നമ്മുടെ ചോദ്യം. പുതിയതൊന്നും നടപ്പാക്കണമെന്നല്ല, പറഞ്ഞ വാക്കുകൾ എവിടെ, അവരെങ്ങനെ നിൽക്കുന്നു, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിനുത്തരം അവരാ പറയേണ്ടത്. എന്തോ യാഥ ഇപ്പോൾ ഇവിടെ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് കരുവഞ്ചാലിയിൽ നിന്ന് തുടങ്ങിയതല്ലേ. ഇന്നിപ്പോൾ ഇടുക്കിയിൽ പോയി, പത്തനംതിട്ട പോയി, ഇടുക്കിയിൽ നിന്ന് വന്ന് കോട്ടയത്ത് കയറി പത്തനംതിട്ട പോയി മലയോര മേഖലയെ കൂടിയാണ്. ആ മലയോര മേഖല മുഴുവൻ കവർ ചെയ്തു പോകും. അതെ അതെ, അതിന് മാത്രമല്ല റൂട്ടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നന്നായിട്ട് മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം വളരെ കൂടുതലുള്ള. ഈ ഗവൺമെൻറ് സത്യം പറയാൻ കാട്ടുതീ ഉണ്ടാകുന്നതിന് ഫയർ സോൺ ഉണ്ടാക്കാൻ പോലും ഒരു നടപടിയില്ല. ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ചില പ്രദേശങ്ങളിൽ കാട്ടുതീ വന്നിട്ട് ആളുകളിങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. എങ്ങോട്ട് പോകാൻ പറ്റും? അതിനൊരു ഫയർ സോൺ ഉണ്ടാക്കണം, ഫയർ ലൈൻ ഉണ്ടാവണം. എന്താ ഇവർ ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല. ജനങ്ങളെ ഫയർ ചെയ്യുന്ന പടി മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. ഫയർ സോണിൽ വെച്ച് നാട്ടുകാരെ രക്ഷിക്കുന്ന നടപടിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അത് ചേർത്തോട്ടെ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ 3 നിഗമനങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. ആ 3 നിഗമനങ്ങൾ അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയായിട്ട് ഗവൺമെൻറ് നടപടി എടുക്കേണ്ടത്. അതെന്തിനാ ആ ചെളിയും കൂടി എടുത്ത് വേറൊരാളുടെ തലയിലിട്ട് വെക്കുന്നത്? ഗവൺമെൻറ്റാണ്. ഉദ്യോഗസ്ഥരുടെ ഒരു കാര്യം ചെയ്യും, CNJG റിപ്പോർട്ടിൻ്റെ ഉത്തരവാദിത്വം VM വാസണമെന്ന് പറഞ്ഞാൽ മതി. ആർക്കാ? CNJG റിപ്പോർട്ടിനകത്ത് ചില കണ്ടെത്തലുകളുണ്ടല്ലോ. ആരാ കണ്ടെത്തലിൻ്റെ? വാസവൻ പറഞ്ഞ ഫോർമുല കറക്റ്റാണെങ്കിൽ അതിൽ ഉത്തരവാദി ആരാ? മുഖ്യമന്ത്രി അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? പുള്ളി തന്നെ പറഞ്ഞാൽ മതി. അതെ, അതിൻ്റെ CNJG റിപ്പോർട്ടിനകത്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്, അവരുടെ കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിൽ കുറേ കുഴപ്പങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തക്കാർക്ക് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനോട് ഞങ്ങൾ യോജിക്കാം. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താ? തലപ്പത്ത് ആളുണ്ടാവില്ല. അതാ ഏതാ ആദ്യം ഇപ്പോൾ ചില ആളുകളിങ്ങനെ അവരിങ്ങനെ ഇപ്പം സ്പെയർ ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറേ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ജനങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ. എന്തോ അല്ല, ഞങ്ങളതല്ല. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. നഗരസഭയിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ കഴിവുള്ള നല്ല കെൽപ്പുള്ള ലീഡർഷിപ്പ് ഞങ്ങൾക്ക് നഗരസഭയിലുണ്ട്. അവർ നടത്തട്ടെ. ഉദ്യോഗസ്ഥന്മാർ ചെന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ റിപ്പോർട്ട് ആ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ തീരുമാനം വരട്ടെ. ഇതിനെല്ലാം ഓരോ സ്റ്റേജില്ലേ, ജനാധിപത്യത്തിൽ പല സ്റ്റേജില്ലേ, അവരുടെ തലത്തിൽ തീരട്ടെ. ഞങ്ങളുടെ തലത്തിലുള്ളതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാം. അല്ലല്ല, ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ സംവിധാനം അറിയില്ലേ? ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ആ 3 നിർദ്ദേശങ്ങൾ അവരെ കൊടുത്തു. നിർദ്ദേശമല്ല, അവരുടെ നിഗമനങ്ങൾ. ആ നിഗമനങ്ങൾക്കകത്ത് പറയുന്നത് അവിടെ ഒരു പരിശീലനമുള്ള ആളുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ല, അവർക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ല. അതുകൊണ്ട് അതിന് പകരം വേറൊരു സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് പറഞ്ഞത്. അതിനെന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ല ഇത് പറയുന്നത്? ഗവൺമെൻറ് ആലോചിക്കട്ടെ. ഗവൺമെന്റ് പറയുമ്പോൾ മറുപടി നമുക്ക് പറയാം. ആവശ്യത്തിലുള്ള ജീവനക്കാരില്ല. ആരാ ജീവനക്കാരെ വെച്ചു കൊടുക്കേണ്ടത്? ഇവിടെ ഇരുന്ന് നമ്മൾ പ്രമേയം പാസാക്കി ജീവനക്കാരെ അവിടെ വരുമോ? അപ്പോൾ ജീവനക്കാരെ വെച്ചു കൊടുക്കാൻ അവിടെ അവരാണ്, ഗവൺമെൻറ്റാണ്. ഈ നടപടി സത്യം പറഞ്ഞാൽ
ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ ഈ പുറത്ത് കണ്ട നിർദ്ദേശമാണ് കറക്റ്റെങ്കിൽ അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആക്ഷേപമാണ്. ഈ ഗവൺമെൻറ് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് ചെയ്യട്ടെ, എന്താ അവരൊന്നും ചെയ്യാത്ത, അവർക്ക് കഴിവില്ലാത്ത ആളുകളാണ്. ഞാൻ അന്ന് നിങ്ങളോട് ചോദിച്ചു, കേക്കോ, 14% ഇവിടെ കേരളത്തിൽ 50% മേളിലുള്ള ഒരു നഗരസഭയുടെ പേര് പറ. അത് വേറെ പ്രശ്നം. അല്ല ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുന്നു, എനിക്ക് ആവശ്യമുള്ള കാര്യം ഞാനും പറയുന്നു. 50 എന്തുകൊണ്ടാണ് അത് വന്നത്? ഞാൻ കേക്കോ അങ്ങനെ വരാൻ കാര്യം എന്താ? 100% തുക കൊടുക്കണ്ടേ? ആ തുക വെട്ടിച്ചുരുക്കാൻ നിയമത്തിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം നിയമവിരുദ്ധതയത്. അതങ്ങനെ പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കാനായിട്ട് നിയമത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് പ്ലാൻ ഫണ്ട് മുഴുവൻ കൊടുത്തിട്ടുണ്ടോ? ഇവർക്ക് പോട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 3, ഈ ഇംപ്ലിമെൻറ്റേഷനുള്ള മാർച്ച് 31 മുമ്പ് 3 മാസം മുമ്പെങ്കിലും ഇത് കൊടുക്കണ്ടേ? 45 ദിവസങ്ങളുടെ ടെൻഡർ വിളിക്കാൻ. ആ 45 ദിവസം എന്ന് പറയുമ്പോഴേക്ക് മാർച്ച് 31 മുതൽ 45 ദിവസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലെങ്കിലും ഇതിൻ്റെ നടപടി എടുത്ത് പോകട്ടെ, ഇംപ്ലിമെൻറ്റേഷൻ നടക്കട്ടെ. എവിടെയാണ് നടന്നിട്ടുള്ളത്? കേരളത്തിൽ നടന്ന ഒരു സ്ഥലം പറ. വെറുതെ കോട്ടയം പട്ടണത്തിൽ ഒന്ന് മുണ്ടും മടക്കി കുത്തി നിന്ന് നമ്മളുടെ അടുത്ത് വർത്തമാനം പറയരുത്. ഞാൻ ചോദിക്കട്ടെ, കോട്ടയത്തെ വികസന മുരടിപ്പ് ഒരു 5 ഞാൻ പറയാം. ഇവിടെ നമ്മളുടെ ചിങ്ങവനത്ത് 11 ഏക്കർ സ്ഥലം ഈ ഗവൺമെൻറ് കയ്യിലുണ്ട്. എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഞങ്ങൾ എത്ര ബഹളം, നിങ്ങളടക്കം നമ്മളെല്ലാവരും എത്ര ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരു അപ്രോച്ച് റോഡ് ഈ പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ കെട്ടാൻ ശ്രമിച്ചത്. എന്താ നമ്മളെല്ലാം കണ്ട്, നമ്മളെല്ലാം സാക്ഷികളല്ലേ? ഇവിടെ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ 108 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു. ചെയ്യില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയുടെ പദ്ധതി. അതിന് കാരണമുണ്ട്. നിങ്ങൾ അതിനകത്തൊരു നിമിത്തം. നിങ്ങൾ ഡെയിലി ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാറേ നടക്കാത്തത്? ഞാനും വിചാരിച്ചു എന്തൊരു കഷ്ട. അതാണ് പരിമിതമായി കിട്ടുന്ന MLA ഫണ്ട് നമ്മളവിടെ കൊടുത്തതാണ്. ഇവിടെ നമ്മളുടെ സ്കൈ വോക്കിന് വേണ്ടി 8 കൊല്ലമായിട്ട് കാത്തിരിക്കല്ലേ? മാണി സാറല്ലേ അതിൻ്റെ സാങ്ഷൻ കൊടുത്തത്, ഉമ്മൻചാണ്ടിയല്ലേ കല്ലിട്ടത്. ഇവരുടെ 2 പേരോട് ഇവർക്ക് ആദരവാന്നാണ് പറയുന്നത്. പക്ഷെ അവരെടുത്ത തീരുമാനത്തോട് ആദരവില്ലല്ലോ. എന്താ നടത്താത്തെ? അവിടെ 3 കോടി 20 ലക്ഷം രൂപ ഇപ്പോഴും ബാക്കിയിരിപ്പുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യത്തുമില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് സൂര്യകാലടി മണ്ണിൻ്റെ അടുത്ത് 12 റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 12 തൂണുണ്ട്. 6 തൂണ് പണിഞ്ഞപ്പോൾ സർക്കാർ പോയി, അതോടുകൂടി തൂണും പോയി. ബാക്കിയുള്ള കൊണ്ട് അവർ സ്ഥലം വിട്ടു. ഈ കേക്കോ, നിങ്ങൾ പോയി പരിശോധിക്കണം. നിങ്ങളൊരു ടീം, ഞാൻ നിങ്ങളോട് പരസ്യമായി പറയുന്നു, നിങ്ങളൊരു ടീം ഈ സ്ഥലത്തൊക്കെ ഒന്ന് നോക്കണം. ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഇത് നമ്മുടെ സ്വന്തം നാടിൻ്റെ കാര്യമല്ലേ? ഇതെല്ലാം ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അവിടെ നോക്കി ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറഞ്ഞാൽ മതി. ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറഞ്ഞു. അവിടെ 6 തൂണും പണിതിട്ട് കാത്തിരിക്കുക 7-8 കൊല്ലമായിട്ട്. എന്താ ചെയ്യുന്നത്? ഇനിയിപ്പം ഞങ്ങൾക്ക് ഈ സ്കൈ വോക്ക് വരണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമല്ലേ ഉള്ളൂ, ഈ ഗവൺമെൻറ് മാറണേ എന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. ഇതേ രൂപത്തിൽ വേറെ 2 സ്ഥലത്ത് പണിത് കഴിഞ്ഞു. അത് വമ്പിച്ച നേട്ടമാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും കണ്ടു. ഞാൻ ചോദിക്കുക, അവർക്കൊക്കെ ഇതൊക്കെ കാണണ്ടേ? നമ്മളുടെ ഈ നാട്ടിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് തോന്നണ്ടേ? പത്രങ്ങളൊക്കെ ഇവിടെ എഡിറ്റോറിയൽ എഴുതിയില്ലേ? ഇത് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? കോട്ടയം പത്രത്തിൻ്റെ ഒരു തറവാടല്ലേ? ഇതിനെ എതിർക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലം കോട്ടയത്തെ ഏതെങ്കിലും മാധ്യമമുണ്ടോ? നിങ്ങളടക്കം എല്ലാവരും എതിർത്തില്ലേ? ഞാൻ ചോദിക്കാൻ, നീതിയാണോ? അന്യായമല്ലേ? ഇതെങ്ങനെ വന്നതാണ്? ഒരാളുടെ സ്വപ്നത്തിൽ വന്നതല്ല. നാറ്റ്പാക്കിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്ത് 1,20,000 വണ്ടി കടന്നു പോകുന്ന സ്ഥലത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി എടുത്ത നടപടിയാണ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞു? 1 വർഷം 1 ലക്ഷം വണ്ടി വെച്ച് കേരളത്തിൽ കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗം നമ്മുടെ ഇവിടെ കൂടിയിട്ടില്ലേ? അതിലെന്തെങ്കിലും ഒരു നടപടി എടുക്കണ്ടേ? ഞാൻ ചോദിക്കും, വാദിക്കും പ്രതിക്കും വേണ്ടി വക്കാലത്തിടരുത്. ഒന്നുകിൽ വാദിക്ക് വേണ്ടി നിൽക്കുക, അല്ലെ പ്രതിക്ക് വേണ്ടി ഇരിക്കുക.
ഒന്നുകിൽ നാടിന് വേണ്ടി നിൽക്കുക, അല്ല നാടിൻ്റെ ശത്രുവിൻ്റെ കൂടെ പോകും. ഈ രണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ചേരാൻ പറ്റൂ. ഞാൻ ഇവരിന്ന് ഇവിടെ നാടിൻ്റെ കൂടെ നിൽക്കണമെന്ന് അഭിപ്രായക്കാരാണ്. പക്ഷെ അവരൊന്നും ചെയ്യല. ഒരു നയാ പൈസ ഈ മീനച്ചിലാറിൻ്റെ തൊട്ടിപ്പുറത്ത് നടപ്പാക്കാൻ ഇതിൽ പലരും തയ്യാറില്ല. എനിക്കറിയാം, പലരും തയ്യാറില്ല. ഞാൻ പിന്നെ പേരും നാൾ വഴിയും അവരുടെ ജാതകവും ഇതൊന്നും അവരുടെ നാളും ഒന്നും ഞാൻ പറയുന്നതേ ഇല്ല. അതൊന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. ഈ പട്ടണത്തിലല്ലേ നമ്മൾ നെഞ്ചു വിരിച്ച് നടക്കേണ്ടത്. അത് ചെയ്യണമെന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളതിലെ കലപ്പുറത്തൊന്നും പറയുന്നില്ലല്ലോ. 8 വർഷം മുൻപ് UDF ഇവിടെ ഭരിച്ചതാണല്ലോ. അപ്പോൾ ഇവിടെ പല ജില്ലകളിലൂടെ പോകാറുണ്ട്. ഈ കോട്ടയം നഗരത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മന്ത്രിമാരുണ്ട്, ധനകാര്യ മന്ത്രിമാരുണ്ടായിട്ട്. ഈ KK റോഡില് ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരം മണർകാട്, മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കഞ്ഞിക്കുഴി, ഈ സ്ഥലങ്ങളിലേക്ക് ഒരു മേൽപ്പാലം പണിയാൻ കാലാകാലങ്ങളിൽ ഇപ്പോൾ അധികാരത്തിലുണ്ടെന്ന സാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരായിട്ടുള്ള MLA-മാരുള്ള എന്താണ് ചെയ്തത്? വാദഗതി സംബന്ധിച്ചല്ലോ. 8 കൊല്ലം മുമ്പുള്ള കോട്ടയാണ് ഇന്നത്തെ കോട്ടയം. ചോദ്യം മുഴുവൻ ഞാൻ ശാന്തമായി കേൾക്കും. ഇനിയും ചോദിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യരുത്. 8 കൊല്ലം മുമ്പുള്ള കോട്ടയാണ് ഇന്നത്തെ കോട്ടയം. 2011 അന്ന് കോട്ടയത്ത് വരാത്തതുകൊണ്ടാണ്. 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം 18 പാലമാണ് ഇവിടെ ഉണ്ടായത്. കണ്ടിട്ടുണ്ടാവില്ല, അവിടെ ഒന്നും പോയിട്ടും ഉണ്ടാവും. എനിക്ക് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വർത്തമാനം പറയാം. ഉദ്ദേശം എനിക്കറിയാം. വഴക്കുണ്ടാക്കാൻ വേണ്ടി വർത്തമാനം പറയരുത്, ശാന്തമായിട്ട്. അതുകൊണ്ട് ഉദ്ദേശം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നത്. ഇനി ചോദ്യം ഇല്ല എന്ന് കരുതിയാണ് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. പഴയ കോട്ടയാണ് ഇവിടെ. മനസാക്ഷിയുള്ള ആളുകൾ, ഈ പത്രപ്രവർത്തകരുണ്ടല്ലോ, അവരെന്ത് പറയട്ടെ. ഈ കെട്ടിടം അടക്കം ഏത് ഗവൺമെൻറ് വന്നപ്പോഴാണ് ഈ നമ്മൾ ഇരിക്കുന്ന കസേരയടക്കം നിൽക്കേ ഞാൻ മിണ്ടാതിരുന്നല്ലോ. അതുകൊണ്ട് ദയവായിട്ട് ആ കാര്യത്തിൽ ഞങ്ങളോട് വാത് വെക്കരുത്, അതിലൊരു വാത് വെക്കരുത്. ഇവിടെ നടന്നിട്ടുള്ള 18 പാലം ഞാൻ എണ്ണി പറയാം. നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല, കാരണം അറിയില്ലാത്തതുകൊണ്ട്. എനിക്ക് കൃത്യം അറിയാം. ഞങ്ങൾക്കിതൊന്നും വാശി വൈരാഗ്യവും ഇല്ല. ഞങ്ങൾ ആരോട് പ്രതികാരം ചെയ്യാനുമല്ല. ഞങ്ങൾ പറയുന്ന നാട്ടിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യം. ആ കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അതിന് മുന്നോട്ട് പോകുന്നതിന് എന്താ തടസ്സം? ഈ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, 2 മേൽപ്പാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കഞ്ഞിക്കുഴി മേൽപ്പാലം അറിയുമോ? 38.5 കോടി രൂപയ്ക്ക് ടെൻഡർ വിളിച്ചതാണെന്ന് അറിയാമോ? ആ ടെൻഡർ വിളിച്ചത് വർക്ക് ഓർഡർ കൊടുത്തതാണെന്ന് അറിയാമോ? അവർ വർക്ക് ചെയ്യാൻ എത്തിയതാണ് എന്നുള്ളത് അറിയാമോ? എന്നിട്ട് 1.5 സെൻറ്റ് സ്ഥലം എടുത്തു കൊടുക്കാൻ ഗവൺമെൻറ് മാറിയപ്പോൾ ഇവരുടെ പെന്ന് താഴെയിട്ടു, പെൻ ഡൗൺ ആയിരുന്നു. പിന്നെ ഒന്നും ചെയ്തില്ല, അവിടെ കടന്നുപോയി. ഇപ്പം എന്നോട് ചോദ്യം ചോദിക്കുക എന്തുകൊണ്ടുണ്ടായില്ലെന്ന്. അമ്മയെ കൊന്നിട്ട് ഒരു അവസാനം ഈ കൊലപാതകിക്ക് പാവാണ്, വെറുതെ വിടണമെന്ന് പറയുന്ന പോലെയല്ലേ. ഞാൻ പറയുന്നത് അതൊക്കെ പഴയൊരു ചരിത്രമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പ്രബലന്മാർ ആരാ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? എനിക്ക് പൂർവ്വകാലത്തുള്ള ആളുകളെക്കുറിച്ച് ബഹുമാനമാണ്. എൻ്റെ ബഹുമാനം കുറയ്ക്കരുത്. എനിക്കവരെക്കുറിച്ച് വലിയ ബഹുമാനമാണ്. അതിൽ അന്തരിച്ചവരുണ്ട്, അന്തരിക്കാനിരിക്കുന്നവരുമുണ്ട്. എനിക്കവരെക്കുറിച്ചല്ല നല്ല ബഹുമാനമാണ്. മനസ്സിലായില്ലേ? എന്താ ചെയ്തതെന്ന് പ്രത്യേകം ഇങ്ങോട്ടൊരു കടലാസിൽ എഴുതി തന്നാൽ ഞാൻ മറുപടി പറയാം. വേണ്ട മോനെ, ഏതോ ആ MC റോഡിന് വീതി കൂടിയ കാലം കേക്കോ ആ MC റോഡിന് വീതി കൂടിയ ഏത് കാലത്താ? ഫയലെടുത്ത് തരാം. KSTP റോഡ് സ്കീം എന്ന് കേട്ടിട്ടുണ്ടോ? മെയിൻ സെൻട്രൽ റോഡിന് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് KSTP റോഡ്. ആ KSTP റോഡാണ് ഈ MC റോഡെന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ നാഷണൽ ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. 4 കല്ല് പോലും മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല. ഞാനിത് നന്മയ്ക്ക് വേണ്ടി എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയ്ക്കാൻ വേണ്ടി ബാധിക്കുന്നത്. ഞാനല്ലാതെ ഇത് വ്യക്തിഗതമായി എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, ഇവിടെ ഇരിക്കുന്ന UDF-ൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടിയല്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി ബാധിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ നഗരത്തിൽ ജനിച്ചതല്ലേ, നമ്മൾ ഈ നഗരത്തിൽ നടന്നതല്ലേ. എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ട് ഈ പട്ടണത്തിൻ്റെ ഹൃദയത്തിലൂടെയല്ലേ നമ്മൾ നടന്നിട്ടുള്ളത്. ആ പട്ടണം നന്നാകണം എന്നുള്ളത് നമ്മുടെ ഒരു മോഹമല്ലേ. എന്നിട്ട് എന്തേ ഇവരൊന്നും ചെയ്യാതിരുന്നു? എനിക്ക് തർക്കമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, CMS കോളേജിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് കോട്ടയത്ത് മാറിയിട്ടുണ്ട്. CMS പഠിച്ചല്ലേ? റോഡ് മാറിയോ? ഞാൻ ഓരോന്നും ചോദിക്കാം. റോഡ് മാറിയോ? രണ്ട്
നിൽക്കേ ഞാൻ CMS പറയുമ്പോഴേക്കും അവിടെ നാഗമ്പടം പറയുക. അത് വരട്ടെ. ഇവിടെ ഈ ചന്തക്കവല, ആ ബസന്ത് ഹോട്ടലൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്ഥലം 10-15-20 കൊല്ലം മുമ്പ് അതിലെ വന്നതല്ലേ? നടന്നിട്ടില്ലേ? എങ്ങനെയാ നടന്നത്? ഓരോ സ്ഥലത്ത് ഈരക്കടവിൽ ഒരു ബൈപ്പാസ് എന്ന് നടന്നതാ, അറിയാമല്ലോ. അവിടെ പടിഞ്ഞാറൻ ബൈപ്പാസ് എന്നുണ്ടായതാ. ഇവിടുന്ന് വട്ടംമൂട് പാലം എന്നുണ്ടായതാ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബണ്ട് റോഡ്, അവിടെ നിന്ന് പോയ വടവാതൂരിൽ നിന്ന് നമ്മൾക്ക് MC ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകാനുള്ള ഷോർട്ടസ്റ്റ് റൂട്ടാണ് എന്നുണ്ടായതാ. തിരുവഞ്ചൂർ വഴിയുള്ള റോഡ്, അത് അറിയാമോ? അത് ഇവിടെ മണർകാട് വരുത്തിയതാ, അറിയാമോ എന്നുണ്ടായതാ. അതുകൊണ്ട് പോട്ടെ, ദയവായിട്ട് കേൾക്കോ. എനിക്ക് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആക്ഷേപമില്ല, ഞങ്ങൾക്ക് തർക്കമില്ല. നമുക്ക് മുന്നോട്ട് പോകണം. അല്ല, ആ ചോദ്യം കറക്റ്റാണ്. ഞാൻ ആ ചോദ്യത്തോട് യോജിക്കുക. കാരണം സ്കൈ വാക്ക് എന്ന് പറഞ്ഞ് അവിടെ തൃശ്ശൂർ പോയി നാട മുറിച്ചവരുണ്ട്, ചിലർ നിലവിളക്ക് കൊളുത്തി. തിരുവനന്തപുരത്ത് പോയി നാട മുറിച്ചവരുണ്ട്, ചിലർ ആ മേളിൽ കൂടെ നടക്കുകയും ചെയ്തു. ഇവിടെ എന്താ ഞങ്ങളുടെ 2ാം കെട്ടിലെ പിള്ളേരാണോ? അല്ല, എന്താ നമുക്കുള്ള പ്രശ്നം എന്താ? അപ്പം നമ്മളുടെ അവഗണനയാണ്. ആ അവഗണന വരുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് എനി സെക്ഷൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അവിടെ ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു മാധ്യമങ്ങളുടെ ഹെഡ്ലൈനേക്കാൾ കൂടുതൽ നാട്ടിൻ്റെ ഹൃദയരേഖയാണ് നമുക്ക് പ്രധാനപ്പെട്ടത്, അല്ലേ? അതിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇപ്പൊ ക്യാപ്സ്യൂള് വന്നതാ. മൊബൈലിൽ ഞാൻ കണ്ടതാ, വായിക്കുന്നത് കണ്ടതാ. സമ്മതിച്ചു, ഞാൻ തർക്കിക്കുന്നില്ല. ഈ തുക ചെലവഴിക്കണമെങ്കിൽ അവർക്ക് തുക അനുവദിക്കണ്ടേ? എല്ലാവർക്കും അനുവദിച്ചാൽ എങ്ങനെ അനുവദിച്ചു? ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് മാധ്യമ പ്രവർത്തകർ 3 പേരെ നിങ്ങൾ ചുമതലപ്പെടുത്തണം. 3 പേരെ ചുമതലപ്പെടുത്തിയിട്ട് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനുള്ളിൽ എത്ര പ്രാവശ്യം പ്ലാൻ ഫണ്ട് കട്ട് ചെയ്തു എന്ന് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു കമ്മിറ്റി പോകാനെന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ 3 പേരുകൾ, അതിനകത്ത് ഒരു പൊളിറ്റിക്സ് പ്രശ്നമല്ല, സത്യസന്ധത മാത്രം പ്രശ്നമാണ്. കൃത്യമായിട്ട് നിങ്ങൾ തിരക്കിയിട്ട് ഇപ്പോ DCC പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഒത്തിരി ചോദ്യം വന്നുകൊണ്ട് ഞാൻ ഓർക്കാതെ പോരാ. ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇടതുമുന്നണി പരാതി കൊടുത്തത് നിർത്തിവെപ്പിച്ചതിനാണ്. ഇടതുമുന്നണിയുടെ കൗൺസിലറാണ്, അല്ലേ? ഇടതുമുന്നണിയുടെ കൗൺസിലർ. എന്നിട്ട് അവിടെ മുദ്രാവാക്യം നിർത്തണമെന്ന്, ഇവിടെ മുദ്രാവാക്യം തുടങ്ങണമെന്ന്. നിർത്തിവെച്ചില്ലേ? ഞാൻ നിർത്തിവെച്ചില്ലേ? കോട്ടയത്ത് മാത്രം, കോട്ടയത്തുള്ള ഒരു കൗൺസിലറായി ഇത് ചെയ്തത് അതെങ്കിലും തെറ്റാതെ പറയാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങള് ഇവിടെ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് എന്ത് പറ്റി ഇപ്രാവശ്യം കുറഞ്ഞത്? ഞാൻ കിടക്കും ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ഇത് ഞാൻ കണ്ടു അതിനകത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കുറവാണ്. അതെന്താ കാര്യം? 14ാമത്തെ ഇല്ലേ? 14 പറയുന്നത് 14 ജില്ലയേ ഉള്ളൂ. അതുകൊണ്ടാണ് 15 BJPയുടെ ജില്ലാ കമ്മിറ്റി പോലെ 30 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 30ാമതാകുമായിരുന്നു. ഇപ്പൊ 14 ഉള്ളൂ ജില്ല, അവിടെ 14ആയി. പോട്ടെ, ഈ കേസ് വാദിച്ച് മിടുക്കനായ ഒരാള് അങ്ങനെ ചെയ്യരുത്. 2,40,00,000 രൂപ സ്വന്തം അമ്മയുടെ പേര് വരെ എഴുതി മാറ്റിയ ഉദ്യോഗസ്ഥൻ CPM-ന്റെ യൂണിയനിൽപ്പെട്ട നേതാവാണ്. CPM നേതാവാണ്, യൂണിയൻ CPM നേതാവ്. പിന്നെ അല്ല, അവനെ സംരക്ഷിച്ചിരിക്കുന്ന വാസവന് CPM നേതാവ്. ഞാൻ ചോദിക്കാം, ആ എടുത്ത കാശേലും കൊടുക്കാൻ പറ. പാർട്ടി പ്രമേയം പാസാക്കി അയാളുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയാം, നീ ആ കാശെങ്കിലും കൊടുക്കാൻ പറ. അത് ചെയ്യണ്ട. നമ്മുടെ കൺമുമ്പിൽ പോലീസ് ആരെ കണ്ടാലും പറയാം അവൻ ഒളിവിലാണെന്ന് പറയാം. അത് തൊടാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വേലയൊക്കെ ഉണ്ട്, നമുക്കും അറിയാം. അല്ലെ, സമരം ചെയ്ത നിങ്ങൾ എന്നെ തല്ലാത്തത് എന്താ, എങ്ങനെ ഞാൻ നന്നാവൂ എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
സമരം ചെയ്യാത്തത് കൊണ്ട് അത് നന്നാകത്തെന്ന്. അപ്പൊ പിന്നെ എന്താ പണി? 2 പെരുക്കിയാൽ നന്നാവുമോ? അല്ലല്ലോ. അതൊന്നും ജനാധിപത്യത്തെ പറ്റുന്ന പദപ്രയോഗയല്ല. ഇവിടെ ശക്തമായ ആരോപണമാണ് ആ പ്രതിയെ മോനെ ഒളിപ്പിച്ചിരിക്കുന്നത്. ബി കേസ് വാദിക്കണ്ട, അത് പോട്ടെ, അത് വിട്ടുകളാം. കേസ് വേറെ എന്തെങ്കിലും ഉണ്ടെ പറ. കേസ് വളരെ മോശമാണ്, വളരെ മോശമാണ്, വളരെ വീക്ക് കേസാണ്, അത് വിട്ടുകളാം. ആ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ? ആ വട്ടമൂട് പാലം എന്ന് പറയാൻ മംഗളത്തിന്റെ നേരെ ഓപ്പോസിറ്റാ. കല്ല് മാത്രമല്ല, അതിന്റെ മേളിലൊരു കല്ല് വന്നില്ല. അതിന്റെ മേളിലൊരു കല്ല് വെക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ? ഉണ്ടോ? എനിക്കൊരു ഗുണമുണ്ട്. ആ ഇൻഡോർ സ്റ്റേഡിയം 22 കൊല്ലം കിടന്നു പോയതാണ്. 6 കല്ലിട്ടതാ, 6 കല്ലിട്ട്. പിന്നെ 6ാമത്തെ കല്ല് ഞങ്ങൾ അടിക്കലാക്കി മാറ്റി. അതിൻ്റെ പേരിൽ വേറെ ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാവോ? അങ്ങനെയൊക്കെ ഇൻഡോർ സ്റ്റേഡിയം, എല്ലാ പരിപാടിയും ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലല്ലേ? ആണല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ പാർക്ക് പഴയ പാർക്കാണോ? ആണോ? അതുകൊണ്ട് തർക്കിക്കരുത്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ഞാൻ എന്നോട് ചോദിച്ചോ, പക്ഷെ പുള്ളിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം, ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പറഞ്ഞു കൊടുക്കണം. ആ വേറെ ഒന്നുമില്ലല്ലോ. സന്തോഷപൂർവ്വം നമുക്ക് പിരിയാം. നമുക്ക് മലയോര പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിച്ചു നീക്കാം.